നേരത്തെ ലഭ്യമായിരുന്നത് ഒരു ബംഗാളി നടിയുടെ പരാതിയായിരുന്നു. പിന്നീട് ഏതാണ്ട് ആ കാലയളവിൽ തന്നെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു പുരുഷന്റെയും പരാതി ലഭ്യമായിരുന്നു. അന്ന് ആരോപണ വിധേയനായിരുന്നതാണ് രഞ്ജിത്ത്. തുടർന്നാണ് ഇപ്പോൾ മറ്റൊരു പരാതി കൂടി ഒരു പെൺകുട്ടി നൽകുന്നത്. സെറ്റിൽ വെച്ച് മോശമായി പെരുമാറി ലൈംഗിക അതിക്രമം നടത്തി എന്നതാണ് പെൺകുട്ടി നൽകിയിട്ടുള്ള പരാതിയുടെ ഉള്ളടക്കം. അത് വിദഗ്ധമായി പരിശോധിച്ചു. പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് പരിശോധന നടത്തുകയും എത്രയും പെട്ടെന്ന് പെൺകുട്ടിയുടെ രഹസ്യ മൊഴി എടുക്കുകയും അടക്കം ചെയ്ത ശേഷമാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങിയിട്ടുള്ളത്. അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ വൈദ്യപരിശോധനകൾക്കായി കൊണ്ടുവന്നു. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനകൾ നടത്തി. തുടർന്ന് അവിടെ നിന്നും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഈ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, വനിതാ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ അവിടെ ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാതെ പോവുകയായിരുന്നു. പലപ്പോഴും പല സന്ദർഭങ്ങളിലും മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും അടക്കമുള്ളവരോട് തട്ടിക്കയറുകയോ വളരെ ധാർഷ്ട്യത്തോടെ പെരുമാറുകയോ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിലും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും അതിലൊരു വിശദീകരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണമോ ഒക്കെ ഉണ്ടാവേണ്ടതാണ്. രക്തസമ്മർദ്ദം വർദ്ധിച്ച് ECGയിൽ മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് ആശുപത്രിയിൽ കുറച്ച് സമയം ചെലവിടേണ്ടി വന്നത്. വിദഗ്ധ പരിശോധനകളും നടത്തി, ന്യൂറോ പരിശോധനയടക്കം നടത്തി. തുടർന്നാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തിയ ശേഷം ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോയത്. മാധ്യമപ്രവർത്തകരെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു. അത് വ്യക്തമായിരുന്നില്ല. പക്ഷേ പരാതി വ്യാജമാണെന്നും മറ്റൊരു ചോദ്യത്തിന് എനിക്കൊന്നും പറയാനില്ല എന്നുമാണ് പ്രതികരിച്ചതെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പരാതി വ്യാജമാണ് എങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം കാര്യങ്ങൾ കണ്ടെത്തി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരാളെ അറസ്റ്റിലേക്ക് നയിക്കുന്ന, പോലീസിനെ അറസ്റ്റിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തതയില്ലാതെ അറസ്റ്റിലേക്ക് പോവില്ല എന്നതുകൊണ്ട് തന്നെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കരുതേണ്ടതായി വരും. പരാതി വ്യാജമാണ് എന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞാലും ഇതിനു മുൻപും ഇത്തരത്തിൽ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്തിനെതിരെ. വ്യാജമാണ് പരാതി എന്നാണ് പറയുന്നത്. തുടർന്നാണ് പോലീസ് ജീപ്പിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. പരാതി വ്യാജമാണ്, എനിക്കൊന്നും പറയാനില്ല എന്നാണ് രഞ്ജിത്ത് പ്രതികരിച്ചത്. ലൈംഗിക അതിക്രമ കേസിലാണ് സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മറ്റു പല മേഖലകളിലെയും പോലെ തന്നെ സിനിമാ മേഖലയിലും പലതരത്തിലുള്ള അതിക്രമങ്ങളും ചൂഷണങ്ങളും നടക്കുന്നു എന്നതിനെ തുടർന്ന് വലിയ ചർച്ചകളും സംവാദങ്ങളും നടന്നത് നമുക്കറിയാം. കോൺക്ലേവ് നടത്തിയത് നമുക്കറിയാം. സർക്കാർ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി വളരെ ഊർജിതമായി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുകയായിരുന്നു. WCCയുടെ ഇടപെടലും അതിന് ഒപ്പം നിന്ന ചില സ്ത്രീകൾക്ക് നഷ്ടമായ അവസരങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം. പല നടിമാരും അതിനൊപ്പം നിന്നതുകൊണ്ട്, അതിക്രമങ്ങൾക്ക് എതിരെ ശബ്ദമുയർത്തിയതുകൊണ്ട് അവർക്ക് നഷ്ടമായ അവസരങ്ങൾ ഇന്ന് മലയാള സിനിമയിൽ പോലും അവരെ കാണാനില്ല എന്നതും നമുക്കറിയാം. ആർക്കൊപ്പമാണ് ഇവരൊക്കെ നിൽക്കുന്നത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അതിക്രമം കാണിക്കുന്നവർക്കാണോ, അതിക്രമം തടയുന്നവർക്കെതിരെയാണോ ഇവരൊക്കെ, അവർക്കൊപ്പമാണോ നിൽക്കുന്നത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. നിരവധി മികച്ച സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകൻ രഞ്ജിത്താണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഏതൊരു വിഷയത്തെയും വളരെ ആർജവത്തോടെ സംസാരിക്കുന്ന, കാണുന്ന സംവിധായകൻ രഞ്ജിത്ത്. അങ്ങനെയാണ് നമ്മളറിയുന്ന സംവിധായകന് പെരുമാറിയിട്ടുള്ളത്. പല സന്ദർഭങ്ങളിലും അത് പൊതുജനങ്ങൾക്ക് അനുഭവമുള്ളതാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സമയത്തും നമ്മൾ കണ്ടതാണ്. സൗകര്യമുണ്ടെങ്കിൽ സിനിമ കണ്ടിട്ട് പോകൂ എന്ന മട്ടിലുള്ള ചില പെരുമാറ്റങ്ങൾ പോലും. കടുത്ത രക്തസമ്മർദ്ദത്തെ തുടർന്നാണ് തുടർ പരിശോധനകൾ ആശുപത്രിയിൽ നടത്തിയത്. ECG അടക്കമുള്ളവ ന്യൂറോ വിദഗ്ധൻ വന്ന് പരിശോധനകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ്
ഇത്തരത്തിൽ ആശുപത്രിയിൽ നിന്നും പുറത്തേക്കിറക്കി വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. കേസ് ഈ സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തുടർ നടപടികളും വിശദമായ ചോദ്യം ചെയ്യലും പരിശോധനകളും അവിടെയായിരിക്കും നടക്കുക. ലൈംഗികാതിക്രമ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അറസ്റ്റിലായ രഞ്ജിത്ത് ഈ അറസ്റ്റ് ഉണ്ടാവും എന്നത് കരുതി തന്നെ കടക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർന്നാണ് നാടകീയമായി രഞ്ജിത്ത് സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതൊരു വ്യാജ പരാതിയാണ് എന്ന് പറയുന്നു എങ്കിലും വ്യക്തമായ തെളിവുകളോടെ വ്യക്തമായ വിവരങ്ങളോടെയുമാണ് പോലീസ് ഈ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. കാരണം പെൺകുട്ടി പരാതി കൊടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ വ്യക്തമായി അന്വേഷണം നടത്തുകയും പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പോലീസ്. കൊച്ചിയിൽ നിന്ന് ബിനിൽ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് ഇതൊരു വ്യാജ പരാതിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വ്യാജ പരാതിയിൽ എന്തിനീ അറസ്റ്റ്, അല്ലേ? മൊത്തം ഒരു സ്വാഭാവിക പ്രതികരണം എന്ന് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. ആരും തന്നെ കുറ്റം ചെയ്താൽ അത് പൊതുസമൂഹത്തിന് മുന്നിൽ സമ്മതിക്കാറില്ല. എന്തായാലും പോലീസ് ഈ കേസിൽ വേണ്ട തെളിവുകളെല്ലാം പ്രാഥമികമായി ശേഖരിച്ച ശേഷമാണ് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. വളരെ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി എന്നതാണ് കൊച്ചി സിറ്റി പോലീസ് ചെയ്തത്. അതുകൊണ്ടാണ് രഞ്ജിത്തിനെ ഈ പോലീസിന് കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് രേഖപ്പെടുത്താനും ഒക്കെ തന്നെ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതി വന്നാൽ രഞ്ജിത്തിനെ പോലെ ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആള് ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യം തേടാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിൽ ഒരവസരം രഞ്ജിത്തിന് നൽകരുത് എന്ന് കൃത്യമായി ഉറപ്പിച്ചു തന്നെ പോലീസ് മുന്നോട്ട് പോയി. അതിന്റെ നടപടിയാണ് ഇപ്പോൾ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന ഒരു പരാതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കേസായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം ഈ സമീപകാലത്തെല്ലാം ഈ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന പല പരാതികൾക്കും വർഷങ്ങളുടെ പഴക്കമുള്ള പരാതികളാണ്. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു പരാതിയല്ല. ജനുവരി അവസാനം സംഭവിച്ച കാര്യമെന്ന രീതിയിലാണ് ആ പരാതി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ശാസ്ത്രീയ തെളിവുകളുടെ ശേഖരണമൊക്കെ പോലീസിന് വേഗത്തിൽ നടത്താൻ കഴിയും. മൊബൈൽ ടവർ ലൊക്കേഷനുകളൊക്കെ കൃത്യമായി ലഭ്യമാകും. ഈ പരാതിയിൽ പറയുന്ന സമയത്ത് പരാതിക്കാരി രഞ്ജിത്ത് ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന് വ്യക്തത വരുത്താൻ കഴിയും. അങ്ങനെ പ്രാഥമികമായി എല്ലാ തെളിവ് ശേഖരണവും പൂർത്തീകരിച്ച ശേഷമാണ് ഈ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും രഞ്ജിത്ത് ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നു എന്ന സൂചനകളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില വിവരങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ താൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പണികളെല്ലാം പൂർത്തീകരിച്ച് അവിടെ നിന്ന് നീങ്ങുന്നതിനിടയിലാണ് കൊച്ചി സിറ്റി പോലീസ് വളരെ സമർത്ഥമായ ഒരു ഓപ്പറേഷനിലൂടെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തൊടുപുഴ സ്റ്റേഷനിലെത്തിക്കുകയും അവിടെ നിന്ന് ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ഇന്നലെ രാത്രി രഞ്ജിത്ത് ജനറൽ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദത്തിൽ ചില വ്യതിയാനങ്ങൾ കണ്ടെത്തിയിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ തുടർന്നു. പക്ഷേ ഡോക്ടർമാർ പരിശോധിച്ചതിൽ നിന്ന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രഞ്ജിത്തിനെ തിരിച്ച് പോലീസിന് തന്നെ കൈമാറിയിരിക്കുന്നത്, ഡിസ്ചാർജ് ചെയ്ത് കൈമാറിയിരിക്കുന്നത്. അതിനുശേഷം രഞ്ജിത്തിനെയും കൊണ്ട് ഇപ്പോൾ പോലീസ് കൊച്ചി സിറ്റി വനിതാ സ്റ്റേഷനിലേക്കാണ് ആദ്യം എത്തിയത്. അവിടെ നിന്ന് ഇപ്പോൾ കുണ്ടന്നൂർ ഭാഗത്തേക്കാണ് രഞ്ജിത്തുമായി പോയിരിക്കുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നതാണ് ഏറ്റവും അടുത്ത ഘട്ടമായി പോലീസിന്റെ മുന്നിലുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കേണ്ടിയിരിക്കുന്നു. ആ നടപടിയിലേക്കാണ് ഇനി പോലീസ് പോകാൻ പോകുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ട് അടക്കം പുറത്തേക്ക് വരുമ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്ത് എന്നത് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വരുന്ന പല ചോദ്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ സിനിമാ സെറ്റുകളിലെല്ലാം ICC ഉണ്ട്, ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ആ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു പരാതി എത്തിയിരുന്നു. ആ പരാതി അവർ പരിശോധിച്ചിരുന്നു.
ഏതെങ്കിലും തരത്തിൽ ആ പരാതി ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് മുന്നിലേക്ക് ആദ്യം ഈ പരാതി എത്തേണ്ടതുണ്ട്. ഇപ്പോഴും അങ്ങനെ എത്തുന്നതിൽ എന്തെങ്കിലുമൊക്കെ സാങ്കേതിക തടസ്സമുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭയമുണ്ടോ ഈ പരാതി സ്വീകരിക്കുന്നതിലോ, അല്ലെങ്കിൽ ഇനി സ്വീകരിച്ച ശേഷം അത് പൂഴ്ത്തിവെക്കപ്പെട്ടോ തുടങ്ങി പല ചോദ്യങ്ങളുമാണ് ഉയരുന്നത്.